ഇന്നൊരു സിന്ധി ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പാകിസ്ഥാനി ബിരിയാണിയൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ബിരിയാണി ഇഷ്ടമാവും. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു മെത്തേഡിലാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ആദ്യം തന്നെ നമുക്ക് വലിയൊരു പാത്രം എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലോ വെജിറ്റബിൾ ഓയിലോ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ഹോൾ ഗരം മസാല ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 വലിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. നല്ലതുപോലെ ഉള്ളിയുടെ കളറൊക്കെ മാറിയിട്ട് നല്ല സോഫ്റ്റായിട്ട് വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് 1 കിലോ ചിക്കനാണ്, വലിയ പീസായിട്ട് കട്ട് ചെയ്തതാണ്. ഇനി ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് കുതിർത്ത് വെച്ച അരി ബസ്മതി റൈസ് 2 കപ്പാണ്. ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ചിക്കൻ്റെ കളറൊന്ന് വൈറ്റ് കളറാകുന്നവരെ ഒന്ന് മിക്സ് ചെയ്യണേ. നമ്മുടെ അരി ഇതാ ഇവിടെ കണ്ടില്ലേ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 2 വലിയ സ്പൂൺ നിറച്ചും തൈര് ചേർത്ത് കൊടുക്കാം. ഒട്ടും പുളിയില്ലാത്ത തൈര് എടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് വേണ്ടത് ഷാൻ്റെ സിന്ധി ബിരിയാണി മസാലയാണ്. ഈ ഒരു മസാല ചേർത്തിന് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവറാണ്. ഇത് പ്രൊമോഷണൽ വീഡിയോ ഒന്നുമല്ല, ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. ഈ ഒരു മസാല വെച്ചിട്ട് നല്ല ടേസ്റ്റാണ്. 1 കിലോ ചിക്കൻ ഈ ഒരു പാക്കറ്റ് കറക്റ്റ് അളവാണ്. നമ്മൾ വേറെ ഉപ്പൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. മസാലപ്പൊടികളോ ഗരം മസാല ഒന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പാക്കറ്റ് മസാലപ്പൊടി നമുക്ക് ഈ ഒരു ചിക്കനിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഈ ഒരു ടൈമിൽ നമ്മുടെ റൈസ് നോക്കിയാൽ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ചിക്കനിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു ടൈമിൽ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. പക്ഷേ ആ മസാലയൊക്കെ ഉപ്പുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ലേ. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി അടച്ച് വെച്ചിട്ട് ഇതാ കണ്ടില്ലേ, ഇതിൽ നിന്ന് ആ ചിക്കൻ്റെ വെള്ളവും മറ്റേ തൈരിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ആ തക്കാളി കുക്കാകുന്നവർ ഒന്നുകൂടി ഒന്ന് അടച്ചു വെക്കാം. അങ്ങനെ ഒരു 2 മിനിറ്റിന് ശേഷം ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ റെഡിയാണ്. കുറച്ച് വെള്ളമുണ്ട്, അതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ചും കൂടി ഒന്ന് കുറുക്കിയെടുത്താൽ മതി. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില പുതിന ഇല അരിഞ്ഞതും ഒരു 4-5 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യരുത്. മിക്സ് ചെയ്യാതെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഊറ്റി വെച്ച റൈസില്ലേ അതിട്ട് കൊടുക്കാം. ഇത് 2 വലിയ കപ്പിന് എടുത്ത റൈസാണ്. ഫുള്ളായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരുപോലെ ആക്കി കൊടുക്കുക. ഇനി കുറച്ച് സാഫ്രോൺ ചൂടുപാലിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്. ഇത് ഞാൻ എക്സ്ട്രാ വെറുതെ കളറിന് വേണ്ടിയിട്ട് ഒരു ഫോട്ടോയിൽ ഒരു ഭംഗിയൊക്കെ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ നമുക്ക് ദമ്മിനിടാം. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് ദമ്മായി കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ സിന്ധി ബിരിയാണി ഇവിടെ റെഡിയാണ്. ഇതൊരു പ്രൊമോഷണൽ വീഡിയോ ഒന്നല്ല, ശരിക്കും ഞാനിത് കുറേ കാലമായിട്ട് ഇടയ്ക്കൽ ഉണ്ടാക്കുന്നതാണ്. ആ ഒരു ഷാൻ്റെ ആ ഒരു ബിരിയാണി മസാല വെച്ചിട്ട് അതിൽ നമ്മൾ ഈ ഉണങ്ങിയ പ്ലംസിൻ്റെ ആ ഒരു പീസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കൂടിയിട്ട് ആ മസാലയൊക്കെ ഒരു നല്ലൊരു ഫ്ലേവറാണ്. അതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ കാണുന്നവരിൽ അറിയാത്തവരുണ്ടാകും, അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ടൊക്കെ പറയുന്നത്. അപ്പോൾ ഞാനിതിൽ മസാല ഉള്ളത് ഭാഗമൊക്കെ ഒന്ന് കോരി മാറ്റിയെന്ന്, കാരണം ചെറിയ മോക്കുന്ന മസാല അധികം വേണ്ട. അപ്പോൾ കുറച്ച് മസാല ഞാൻ കോരിയിട്ട് വേറെ പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.